ഓണമായതോടെ സജീവമായി കൽപ്പറ്റയിലെ പുഷ്പവിപണി. ഇന്ന് നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പൂക്കളം ഒരുക്കാനായി കൽപ്പറ്റയിലെ ഗീതാ സ്റ്റോറിന് സമീപമുള്ള സ്റ്റാളിൽ എത്തിയത്. നാളത്തെ ഓണാഘോഷത്തിന്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ഓണാഘോഷമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും കുട്ടികളെല്ലാരും കൂടെ ഞങ്ങള് പൂ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഭയങ്കര വിലയൊക്കെ ആയിരുന്നു. എന്നാലും ഈ ചേട്ടൻ പൂവിന്റെ വിലയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ആവണം. അപ്പൊ ഞങ്ങൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ കൂടി ഇവിടെ പൂ വാങ്ങാൻ വന്നതാണ്. പൂവിനൊക്കെ ഭയങ്കര വില കൂടുതലാണ്. നമുക്കിപ്പം നോർമലി പണ്ടുള്ള ഈ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന പോലെ എവിടുന്ന് പൂവൊന്നും കിട്ടാനില്ല പറിക്കാനൊന്നും. അപ്പൊ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന പൂക്കളൊക്കെയാണ് വാങ്ങുന്നത്. അപ്പം നാളെ ഇനി സ്കൂളിൽ കൊണ്ടുപോയി അതൊക്കെ ഇട്ട് എല്ലാം അടിപൊളിയാക്കണം. കർണാടകയിൽ പല ഭാഗത്തും പൂവിന് പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും ഓണക്കാലം അവസാനിക്കും വരെ കച്ചവടം തുടരുമെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. സ്കൂളുകളൊക്കെ ഇന്നത്തോടു കൂടിയിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞ് നാളെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നാളെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ നോട്ടീസിൽ ഞങ്ങൾ മെൻഷൻ ചെയ്തൊരു കേസാണ്. ഇവിടുത്തെ സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ ഈ പൂക്കളിൽ സ്പെഷ്യലാണ്. വേറെ ഒരു കടക്കാരും കൊടുത്തില്ല. ഇനി മറ്റു കടക്കാരെ നമ്മൾ കുറ്റം പറയല്ല. നമ്മളെ നോട്ടീസിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തൊരു കേസാണ്. വിദ്യാർത്ഥികൾക്കും അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് കുട്ടികൾക്കും ഒക്കെ നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ ഇവിടെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂക്കച്ചവടം തുടങ്ങുന്നതിന് മുന്നേ നോട്ടീസിൽ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും എന്താക്കുക, നമ്മുടെ ഗീതാ സ്റ്റോഴ്സിൻ്റെ അടുത്താണ് നമ്മളെ ഷോപ്പുള്ളത്. വരിക, സഹകരിക്കുക. നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ പറയുന്നതെല്ലാം നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം. എന്തെന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പൂവിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. താങ്ക് യു.